അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. തൻ്റെ കാമുകിയെ കണ്ടപ്പോൾ അനുരാഗഗാനം പോലെ, പാട്ടുപോലെയാണ് നീ, പ്രണയത്തിൻ്റെ പാട്ട് പോലെയാണ്, അഴകിൻ്റെ അല പോലെയാണ്, അഴകിൻ്റെ പുഴയിലെ ചുഴി പോലെയാണ്. അങ്ങനെ വരുന്ന നീ ആരാണ്? എൻ്റെ ദേവതയെ. ദേവത ഭൂമിയിലുള്ളവളല്ല, ദേവത ഗന്ധർവലോകത്തുള്ളവളാണ്. അവിടുന്ന് ഒരു മേഘത്തിൻ്റെ ചിറകിൽ, അവിടുന്ന് ഒരു മിന്നലിൻ്റെ നൂലിൽ ഭൂമിയിലേക്ക് അനുരാഗഗാനം പോലെ ഇറങ്ങി വന്ന നീ ആരാണ് എന്ന് സന്ദേഹിക്കുന്ന ഒരു പാട്ട് യൂസഫ് അലിയുടെ ഏറ്റവും സർഗാത്മക രചനയുടെ, സരളമായ രചനയുടെ ഉദാഹരണമാണ്. പൂമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജിക്കാൻ വന്നൊരു മലരാണ്. ശ്രീ ജയചന്ദ്രൻ്റെ പ്രണയമധുരമായ ശബ്ദത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, പൂമണിമാരൻ്റെ ക്ഷേത്രത്തിൽ, മനസക്ഷേത്രത്തിൽ പൂജിക്കാൻ വന്ന മലരാണോ? നിന്നെ ആരോ പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്ന് പൂമാലയാക്കി കെട്ടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കാൻ, അല്ലെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ വന്ന പൂവാണോ? കനിപോലും ഈശ്വരൻ അഴകിൻ്റെ പാലാഴി കടഞ്ഞെടുത്തോരമൃതാണോ? പാലാഴി കടഞ്ഞിട്ടുണ്ട് പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന്. സർപ്പത്തെയും പർവ്വതത്തെയും കടകോലും കയറുമാക്കി കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയതാണ് അമൃത്. ഈ അമൃതിൽ നിന്നാണ് ദേവാസുര യുദ്ധമുണ്ടാകുന്നത്. ഈ അമൃതൻ കടഞ്ഞെടുത്തതിൽ നിന്നാണ് ഐരാവതമുണ്ടാകുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കഥ എനിക്ക് അധ്യാപകൻ പറഞ്ഞു തന്നു. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധമുണ്ടായി. എന്തിന്? അതായത് ദേവന്മാർ അസുരന്മാരും തമ്മിലുള്ള ഈ യുദ്ധത്തിനുണ്ടാവാനുള്ള കാരണം, പാലാഴി കടഞ്ഞെടുക്കുമ്പോൾ കിട്ടിയ അമൃതിനെ, ഇതെൻ്റെ ശങ്കരൻ മാഷോട് എനിക്ക് ആദ്യം കിട്ടിയ അടിയുടെ ഒരു ഉദാഹരണമാണ്. അധ്യാപകരോട് ചോദ്യം പാടില്ല എന്ന് അക്കാലത്തൊരു നിബന്ധന ഉണ്ടായിരുന്നു. പറഞ്ഞത് കേട്ടോളുക, അനുസരിച്ചോളുക. അപ്പം ശങ്കരൻ മാഷ് എനിക്ക് കഥ പറഞ്ഞു തന്നു. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി. എന്തിനാണ്? അപ്പം എനിക്കറിയില്ല അതിൻ്റെ ഉത്തരം. ഞാനന്ന് പുരാണ ഇതിഹാസങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, പാലാഴി കടഞ്ഞപ്പോൾ അമൃത് കിട്ടിയത് ദേവന്മാർക്കാണ്. അത് മോഷ്ടിച്ചു കൊണ്ടുപോയി അസുരന്മാർ. ഇതെന്തിനാണ് പാലാഴി കടഞ്ഞത്? പാലാഴി കടഞ്ഞത് ദേവന്മാർക്ക് ഒരു ശാപം മൂലമുള്ള ജരാനര ഇല്ലാതാവാൻ. ദേവന്മാരെ ശപിച്ചു ദേവേന്ദ്രൻ. എന്ത്? നിങ്ങൾക്ക് ജരയും നരയും, അതായത് തൊലിചുളിപ്പും നരയും വന്നു പോകട്ടെ എന്നവർ പ്രാർത്ഥിച്ചു, ശപിച്ചു. അപ്പോൾ ദേവന്മാർക്ക് ഭയമായി. ദേവന്മാർ നേരെ ചെന്നിട്ട് സർവേശ്വരനോട് പറഞ്ഞു, അയ്യോ ഇങ്ങനെ ഞങ്ങൾ വൃദ്ധരാവാൻ പോവുകയാണ്, ഞങ്ങൾക്ക് പ്രായം പ്രശ്നമായിപ്പോയി, ഞങ്ങളെ സർട്ടിഫിക്കറ്റ് തിരുത്തപ്പെടുകയായി എന്ന് പറഞ്ഞപ്പം ദേവൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യൂ, പോയി പാലാഴി കടഞ്ഞോളൂ
എന്നാൽ അതിൽ നിന്ന് അമൃതം ലഭിക്കും. അമൃതം ലഭിച്ചാൽ അത് സേവിച്ചാൽ നിങ്ങൾക്ക് ജരയും നരയും ഉണ്ടാവില്ല. അങ്ങനെ ദേവന്മാർ നേരെ പോയി പാലാഴി കടഞ്ഞപ്പോൾ അമൃത് വന്നു. അമൃതിന് തൊട്ട് മുമ്പ് പല സാധനങ്ങളും പല ഐറ്റങ്ങളും ഇങ്ങനെ വന്നു. അതിലൊരൈറ്റമായിരുന്നു ഐരാവതം. അതിനെ ദേവേന്ദ്രൻ എടുത്തു. വെളുത്ത ആനയാണ് ഐരാവതം. ഗുരുവായൂർ കേശവൻ, തൃശ്ശൂരേരി പത്മനാഭൻ എന്നൊക്കെ പറയും പോലെ കറുത്ത ആനയല്ല, വെളുത്ത ആനയാണ്. അവിടെയാണ് എനിക്കൊരു സംശയം വന്നത്. ഇതെന്ത് കള്ളക്കഥയാണ് ഈ മാഷ് പറയുന്നത്? സ്വർഗത്തിലൂടെ തെരുവിലൂടെ ഒരു ദിവസം നടന്നു പോകുമ്പം ഐരാവതം ആന നടന്നു പോകുമ്പോൾ ദുർവാസാവ് മഹർഷി ആനയ്ക്ക് ഒരു പാരിജാത പൂമാല കൊടുത്തു. പാരിജാത പൂമാല കൊടുത്തപ്പോൾ ഐരാവതം അത് വാങ്ങി കൊമ്പിലിട്ടു. സുരഗജേവൽ പത്മിനീം ദന്തലഗ്നാം പ്രതിപഥഗതിരാസീദ്വേഗ ദീർഘീകൃതാംഗ എന്ന് നേരത്തെ ഈ വെളുത്ത ആനയെക്കുറിച്ച് കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരിക്കൽ പറയാം നമുക്ക്. അപ്പം ദേവേന്ദ്രൻ്റെ തെരുവിലൂടെ നടന്നു പോകുന്ന ഐരാവതം എന്ന ആനയ്ക്ക് ദുർവാസാവ് മഹർഷി, മൂക്കിൽ ശുണ്ഠിയാണ് അദ്ദേഹം, ഒരു പാരിജാത പൂമാല കൊടുത്തു. ആന പാരിജാത പൂമാല കൊമ്പിലിടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കരിവണ്ടുകൾ, കാർവണ്ടുകൾ, വരിവണ്ടുകൾ വന്നിട്ട് ഈ പൂവിലിരിക്കാൻ തുടങ്ങി, മധു ഉണ്ണാൻ. കാരണം ദുർവാസാവ് കൊടുത്ത മാലയാണല്ലോ. അങ്ങനെ ഐരാവതത്തിനാകപ്പാടെ ദോഷം, ശല്യം, ദേഷ്യം വന്നു. ഐരാവതം ഈ മാലയെടുത്ത് വലത് കാലിൽ വെച്ചിട്ട് ചതച്ചരച്ച് കളഞ്ഞു. ഇത് കണ്ട ദുർവാസാവിന് ക്ഷോഭം വന്നു. ദുർവാസാവ് പറഞ്ഞു, ദേവേന്ദ്ര, തൻ്റെ ആനയ്ക്ക് ഞാൻ സ്നേഹിച്ചിട്ടാണ്, തൻ്റെ ഐരാവതത്തിന് സ്നേഹിച്ചിട്ടാണ് ഞാൻ എൻ്റെ മാല കൊടുത്തത്. അത് അവൻ അഹങ്കാരത്തോടെ ചവിട്ടി അരച്ച് കളഞ്ഞു. നിങ്ങളെല്ലാവരും ജരാനരയുള്ള മനുഷ്യന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു. ഈ ശാപം കേട്ടിട്ടാണ് ദേവന്മാർ പോകുന്നതും ദൈവത്തെ കാണുന്നതും പാലാഴി കടയാനും അമൃതെടുക്കാനും പറയുന്നത്. ആ കഥയിലാണ് ഐരാവതത്തെ പാലാഴിയിൽ നിന്നാണ് കിട്ടിയെന്ന്. അപ്പം ഐരാവതമാണോ ശാപമാണോ ആദ്യം ഉണ്ടായതെന്ന് ഞാൻ സംശയം ചോദിച്ചു ശങ്കരൻ മാഷോട്. ഒരൊറ്റ അടിയാണ് അതിൻ്റെ ഉത്തരം. ഇന്നും എനിക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നവർ പറയുക, ഐരാവതമാണോ ആദ്യം ഉണ്ടായത്, അല്ല ദുർവാസാവിൻ്റെ ശാപമാണോ എന്ന് പറഞ്ഞറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള സ്നേഹത്തോടു കൂടി പറയുന്നു. നമ്മളതിവിടെ പറയാൻ കാരണം, കനിപോലും ഈശ്വരൻ അഴകിൻ്റെ പാലാഴി കടഞ്ഞെടുത്തോരമൃതാണോ എന്നെഴുതിയപ്പോൾ അക്കാലത്ത് ദുർവാസാവിനെ പോലുള്ള നിരൂപകന്മാരില്ലായിരുന്നു പാട്ടിനെക്കുറിച്ച് പറയാൻ. ഇന്ന് ശപിക്കുന്ന, ഇന്ന് പുലഭ്യം പറയുന്ന, ഐരാവതമാണോ ദുർവാസാവിൻ്റെ ശാപമാണോ ആദ്യം എന്ന് പറയുന്ന നിരൂപകന്മാർ ആരുടെ ലോകത്തിലാണ് നമ്മളെല്ലാം പാട്ട് കേൾക്കുന്നതും പാട്ടെഴുതുന്നതും പാട്ടുകൊണ്ട് ജീവിക്കുന്നതും പാട്ടുകൊണ്ട് മരിക്കുന്നതും. ശ്രീ പത്മരാജൻ മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാവുകമുണ്ടാക്കിയ ധിഷണാശാലി, ആരാധ്യനായ MT വാസുദേവൻ നായർക്ക് ശേഷം മലയാള സിനിമയെ അന്തസ്സിൻ്റെ ചെങ്കോലും കിരീടവും കൊണ്ട് അടക്കി ഭരിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമേഴ്സ്യൽ സിനിമയായിരുന്നു ഇതാ ഇവിടെ വരെ. ഭരതേട്ടനോടൊപ്പം പ്രയാണം കഴിഞ്ഞപ്പോൾ അതൊരു സമാന്തര സിനിമയാവുകയും അതൊരു ആധുനിക ഭാവുകത്വം സിനിമയ്ക്ക് നൽകുകയും ചെയ്തപ്പോൾ ശ്രീ IV ശശി എന്ന കമേഴ്സ്യൽ സിനിമയുടെ മന്ത്രവാദി പപ്പുവേട്ടനെ കൊണ്ടെഴുതിച്ച സിനിമയായിരുന്നു ഇതാ ഇവിടെ വരെ. ഇതാ ഇവിടെ വരയിൽ പാട്ടെഴുതാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചത് ശ്രീ യൂസഫ് അലി കേച്ചേരിക്കായിരുന്നു. ദേവരാജൻ മാഷ് കുട്ടനാടിൻ്റെ കുഴമണ്ണിൽ നിന്നും ഒരുപാട് പാട്ടുകൾ കുഴിച്ചെടുത്ത് ഉരുവപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പാട്ടുകളിലൊന്ന് ശ്രീ യൂസഫ് അലി എഴുതിയ ഇതാ ഇവിടെ വരയ്ക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടായിരുന്നു. വെണ്ണയോ
വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി, കവിതയോ കവിയും ഇന്ദ്രജാലമോ, കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി. വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി, കവിതയോ കവിയും ഇന്ദ്രജാലമോ, കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി. കറുത്ത കണ്ണിൽ കണ്ട പൂന്തോണി എന്ന് അദ്ദേഹം പ്രയോഗിച്ചത് ആലപ്പുഴയുടെ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ കായലിൻ്റെ വെള്ളി ഉരുക്കിയൊഴിച്ച നിലാത്തിണ്ണമേൽ അവിടെ ലോറി കാണാൻ നമുക്ക് പറ്റില്ല, അവിടെ കാറ് കാണാൻ പറ്റില്ല, വിമാനം കാണാൻ പറ്റില്ല, അവിടെ ബോട്ടും തോണിയും മാത്രമേ നമുക്ക് ഗോചരമായിട്ടുള്ള ജലവാഹനങ്ങളുള്ളൂ. അപ്പോൾ അവിടെ കണ്ടുമുട്ടുന്നൊരു പെൺകുട്ടിയുടെ കണ്ണിൽ കറുത്ത വിമാനം കണ്ടു, അല്ലെങ്കിൽ കറുത്ത ബസ് കണ്ടു, കറുത്ത ബ്ലാക്ക് അംബാസഡർ കാർ കണ്ടു എന്നൊരിക്കലും ഒരു കൽപ്പന ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ കറുത്ത കണ്ണിൽ കണ്ടത് ചെറിയ പൂന്തോണിയാണ് എന്ന് കൽപ്പിക്കാനുള്ള കൽപ്പനയുടെ കടലാസ് പൊട്ട് ഉണ്ടാക്കുക എന്നുള്ള ധർമ്മമാണ് ശ്രീ യൂസഫ് അലി ആ പാട്ടിലൂടെ നിർവഹിച്ചിരിക്കുന്നത്. വെണ്ണയാണോ നീ, വെണ്ണിലാവുറഞ്ഞതാണോ വെളുത്ത പെണ്ണെ നിൻ്റെ ശരീരം, നിൻ്റെ കൺമുനയിൽ കണ്ടത് കറുത്ത പൂന്തോണിയാണോ എന്ന് സന്ദേഹിച്ച് അദ്ദേഹം പറയുന്നു. തൊട്ടുറുമ്മിയൊന്നു ചേർന്നൊഴുകി വന്നു ഈ കുട്ടനാടൻ കായലിലെ ഹംസങ്ങൾ, തൊട്ടുറുമ്മിയൊന്നു ചേർന്നൊഴുകി വന്നു ഈ കുട്ടനാടൻ കായലിലെ ഹംസങ്ങൾ, ചെണ്ടണിഞ്ഞു തേനലകൾ തുളുമ്പി നിന്നോ നിന്നെ കണ്ട നാൾ വിടർന്നൊരെൻ്റെ സ്വപ്നങ്ങൾ, സ്വപ്നങ്ങൾ വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ. അവിടെ ജലപക്ഷികളായിട്ട് താറാവുകളെയുള്ളൂ. താറാവുകളുടെ കഥയാണ്, താറാവുകളുടെ ഇടയിലുള്ള താറാവുകളുടെ പശ്ചാത്തലത്തിലുള്ള വൈരത്തിൻ്റെ കഥയാണ് ഇതാ ഇവിടെ വരെ. പപ്പേട്ടൻ്റെ മനസ്സിൽ കുറുകുന്നൊരു താറാവും ശശിയേട്ടൻ്റെ മനസ്സിൽ അതിന് തവിട് എറിഞ്ഞു കൊടുക്കുന്ന ഒരു കരുത്തനായ താറാ നോട്ടക്കാരനും, മധു സാറിൻ്റെ അപകടം പിടിച്ചൊരു കഥാപാത്രവും പൈലി, അദ്ദേഹത്തിനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അന്വേഷിച്ചെത്തുന്ന സോമേട്ടൻ്റെ കഥാപാത്രവും ജയഭാരതിയും ഒരുമിക്കുമ്പോൾ അവരുടെ പ്രണയത്തിന് ഇത്തരം ബിംബങ്ങളല്ലാതെ നമുക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാനും പറ്റില്ല, മറ്റൊന്നും പറയാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല, എഴുതാനും പറ്റില്ല, പാടാനും പറ്റില്ല, സംഗീതമുണ്ടാക്കാനും പറ്റില്ല. മന്ദഹാസലോലയായി നീ വന്നണയുമ്പോൾ എൻ്റെ മാനസത്തിൽ മുട്ടിടുന്നു മോഹങ്ങൾ. മുട്ടിടുകയാണ് കുട്ടനാടൻ പാടത്തെ, കുട്ടനാടൻ കായലിലെ ആമ്പലുകളും താമരകളും മുട്ടിടുക എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ മനസ്സിലും പ്രണയം മുട്ടിടുകയാണ്, പ്രണയത്തിൻ്റെ ആമ്പലുകൾ പൂക്കാൻ തുടങ്ങുകയാണ്, പ്രണയത്തിൻ്റെ താമരകൾ അല്ലി വിടർത്താൻ തുടങ്ങുകയാണ്. ഇങ്ങനെ സങ്കല്പിച്ച് പശ്ചാത്തലത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് വിദഗ്ധമായി പാട്ടെഴുതുന്നതിൽ കൃതഹസ്തനായിരുന്നു ആണ് ഇനിയുമാകും ശ്രീ യൂസഫ് അലി കേച്ചേരി. മഴ നനഞ്ഞ് ഇടവപ്പാതി മഴയുടെ ഇടിയിലും മിന്നലിലും പെട്ട് ആകാശത്തിൽ നിന്ന് ഗംഗ എന്ന പോലെ, ഹിമവൽ ശൃംഗത്തിൽ നിന്ന് ഗംഗ എന്ന പോലെ കുറ്റാലത്തെ കുന്നുകളിൽ നിന്നും
പ്രളയ ജലധി താഴോട്ട് വീഴുമ്പോൾ അതിൽ കിടന്ന് പ്രണയിച്ച, അതിലിരുന്ന് പ്രണയിച്ച, മഴ നനഞ്ഞ, കുളിര് കൊണ്ട് പൊതിഞ്ഞ കഥാപാത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മറ്റൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. തുള്ളിക്കൊരു കുടം പേമാരി, ഉള്ളിലൊരു തുടം തേന്മാരി, മാനത്തിരിക്കണ കുളിരും കോരി, മണ്ണിൽ വന്ന വിരുന്നുകാരി, വിരുന്നുകാരി. മാനത്തിരിക്കുന്നൊരു കുളിരും പേറി, മാനത്തിരിക്കുന്ന കുന്നോളമുള്ള കുളിരും പേറി ഒരു കുടത്തിൽ മഴയായി കാമുകൻ്റെ നെഞ്ചിലേക്ക് പെയ്തു വീണ, കാമുകനെ തരിപ്പിച്ച, തണുപ്പിച്ച, കോരിത്തരിപ്പിച്ച ഒരു കഥാപാത്രം ഈറ്റയിൽ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ പാട്ടുകളെ കൊണ്ട്, പാട്ടുകളുടെ വരി കൊണ്ട് മഴത്തുള്ളിയുടെ ഇന്ദ്രജാലം കാണിക്കുന്ന ഈ കവിയുടെ ഒരുപാട് പാട്ടുകൾ, ഒരു കോടി പാട്ടുകൾ നമ്മുടെ മനസ്സിൽ താമരപ്പൂമുട്ട് പോലെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്, രാത്രിയിലെ നക്ഷത്രങ്ങളെപ്പോലെ. പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി, ഈറൻ നിലാവും തേന്മലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി. നിലാവിൻ്റെ പൊന്നിൽ കുളിച്ച രാത്രിയെക്കുറിച്ച് പറഞ്ഞ ഈ ഭാവഗായകൻ നമുക്ക് കർണാടക സംഗീതത്തിൻ്റെ പാരമ്പര്യമുള്ള, കർണാടക സംഗീതത്തിൻ്റെ ഗരിമയുള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് പകർന്നു വച്ചിട്ടുണ്ട്. ആന്തോളനം ദോളനം മധുരിപു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്നൊരാനന്ദലഹരിയിൽ ആന്തോളനം ദോളനം. മധുരിപു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്നൊരാനന്ദലഹരിയിൽ. ഊഞ്ഞാലാട്ടമാണ് ആന്തോളനം. ആന്തോളിതമാവുകയാണ് മനസ്സ് ഊഞ്ഞാലാടുകയാണ്. ദോളനം അതിൻ്റെ വിശേഷണമാണ്. മധുരിപു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ച് ഉണർത്തി നമ്മുടെ മനസ്സിനെ ഊഞ്ഞാലാട്ടുന്ന ഈ കർണാടക സംഗീത രചന ഏതാണ്ട് ത്യാഗരാജസ്വാമികളുടെയും മുത്തുസ്വാമി ദീക്ഷിതരുടെയും സ്വാതി തിരുനാളിൻ്റെയും കൃതികളോട് അടുത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തി ഒട്ടുമില്ല. അദ്ദേഹം തന്നെ വീണ്ടും നമ്മളോട് പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതിൻ്റെ വിരഹത്തിൻ്റെയും കഥകൾ പറയുന്ന പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിടരും മുമ്പേ വീണടിയുന്നൊരു വനമലരാണി അനുരാഗം. വിടരും മുമ്പേ വീണ് അടിഞ്ഞു പോകുന്ന വനമലരാണ് അനുരാഗം എന്ന് പുതിയ തലമുറയെ, പുതിയ കാമുകനെ ഓർമ്മിപ്പിക്കുന്ന, പരിഭ്രമിപ്പിക്കുന്ന സത്യം അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രകൃതിയെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം ചങ്ങമ്പുഴയെപ്പോലെ, ഉള്ളൂരിനെപ്പോലെ, വള്ളത്തോളിനെപ്പോലെ, കുമാരനാശാനെപ്പോലെ വ്യാമുഗ്ധനാകുകയും വാഗോടോപം ഉണ്ടാക്കുകയും നമ്മളെ പ്രകൃതിയിലേക്ക് ഒരു പക്ഷിച്ചിറകിൽ പറത്തിക്കൊണ്ടുപോവുകയും ചെയ്ത അനുഭവങ്ങളും നമുക്ക് യൂസഫലിയുടെ ചലച്ചിത്ര ഗാനങ്ങളിലുണ്ട്. മനസ്സിനുള്ള മോഹങ്ങൾ ഒരുപാട് ബാക്കി വെച്ച ശേഷം മരണത്തിലേക്ക് മടങ്ങിപ്പോയ മലയാളിയുടെ പ്രിയപ്പെട്ടൊരു സംവിധായകനുണ്ട്, ശ്രീ AT അബു. പൊടുന്നനെ ഒരു വിളക്ക് കെടും പോലെ, ഒരു നനഞ്ഞ നൂൽ പൊട്ടും പോലെ, ഒരു പൂമ്പാറ്റ ചിറക് അടർന്നു വീഴും പോലെ അദ്ദേഹം നമ്മളിൽ നിന്നും മടങ്ങിപ്പോയി. അദ്ദേഹത്തിന് കൂട്ടായി ശ്രീ യൂസഫലി സാർ രചിച്ച പാട്ടിൻ്റെ ഒരു വരിയിൽ അബുക്കാക്കി പ്രണാമം നമുക്ക് അർപ്പിക്കാം. പ്രഗത്ഭ സംഗീത സംവിധായകനായ നൗഷാദ് അലി സാഹബിൻ്റെ സംഗീതത്തിൽ സുശീലമ്മയും ദാസേട്ടനും മാറി മാറി പാടിയ ജാനകി ജാനേ രാമ. വിഷാദകാലത്ത്
സഖാവാകുകയും അന്ധകാരത്തിൽ വിളക്കാകുകയും ചെയ്ത ഒരു ഭക്തിസാന്ദ്രമായ സങ്കല്പത്തിലേക്ക്, നാഗലോകത്തിൻ്റെ നന്മയിലേക്ക്, നൈർമല്യത്തിലേക്ക് മടങ്ങിപ്പോയ അബുക്കായെ ഓർക്കാൻ പോലും യൂസഫ് അലി സാറിൻ്റെ വരികൾ നമുക്ക് വെളിച്ചമായിട്ടുണ്ടെന്ന് ഉള്ളത് നമ്മുടെ ധ്യാനമാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്.